ഈ ഒരു വീഡിയോ എന്നുള്ളത് മുൻവർഷ ചോദ്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങളെ ഒന്ന് നമ്മൾ പരിചയപ്പെടലാണ്. സ്റ്റാർട്ടിങ്ങിലുള്ളവർക്കും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? പത്രം രാജ്യസമാചാരമാണ്. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏതു വർഷമാണ്? 1920. 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏത് എന്നുള്ളതാണ്. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തിയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? അത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? അത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ്. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏതാണ്? 1526. പാനിപ്പത്ത് യുദ്ധം 1526. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകനെക്കുറിച്ചാണ്. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? അത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര്? അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? അത് മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗം മൗലികാവകാശങ്ങൾ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയിലാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റ് ചെയ്ത ഒരാളെ കോടതിയിൽ ഹാജരാക്കേണ്ടത്.